മൊയൽ റോസ്റ്റ് ഇതാണ്. ഓ ഇതാണ് മൊയൽ റോസ്റ്റ്, താറാവ് റോസ്റ്റ് അല്ലേ. നാടൻ കോഴിക്കറി വറുത്തരച്ചിട്ടല്ലേ. ഇതാണ് നമ്മളെ സ്പെഷ്യൽ തലശ്ശേരി നെയ്പ്പത്തൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമസ്കാരം, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മൊയൽ റോസ്റ്റും പിന്നെ നാടൻ കോഴിക്കറിയും പിന്നെ താറാവ് റോസ്റ്റും കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു തട്ടുകടയാണ്, വെറൈറ്റി തട്ടുകട എന്നാണ് പേര്. അപ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ റെഡിയാണ്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. സാധനങ്ങളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യാണ്, മുയൽ റോസ്റ്റൊക്കെ. അപ്പോൾ ഞാൻ മുയൽ റോസ്റ്റൊന്നും ഞാൻ അങ്ങനെ അധികം കഴിച്ചു ടേസ്റ്റ് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ വെറൈറ്റി തട്ടുകടൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഞാൻ ഒരു വെറൈറ്റി ഡിഷ് കണ്ടിട്ടാണ് ശരിക്കും ഇങ്ങോട്ട് വന്നത്. നമ്മളെ താറാവ് റോസ്റ്റ്, മുയൽ റോസ്റ്റ്, പിന്നെ നാടൻ കോഴിക്കറി, നാടൻ കോഴി, ലഗോണ്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം. ഈ നാടൻ കോഴിക്കറി എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ നാട്ടിലുള്ള നാട്ടിലുള്ള ഞങ്ങൾ ചന്തയിൽ പോയിട്ട് വാങ്ങുന്ന സാധനം ഞങ്ങൾ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ തന്നെ അർപ്പിക്കുന്ന. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചത് സംശയം. ഇനിയിപ്പോൾ ലഗോൺ വെച്ചിട്ട് നാടൻ കോഴിക്കറി വേറെ ഉണ്ട്, അത് വേറെ കറി, കല്യാണക്കറി ആയിട്ടുള്ള കറി വേറെ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ ബീഫ്, പിന്നെ ബോട്ടി ഉണ്ട്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട്, CDF ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, കാടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? അത്രയും ഐറ്റംസ് 16 ഐറ്റം കറി തന്നെ ഉണ്ട്. എത്ര മണിയാവും ഓപ്പൺ ചെയ്യാൻ? ഞങ്ങൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് രാത്രി 3:30 വരെ ഉണ്ടാവും. പുലർച്ചെ 3:30 വരെ ഉണ്ടാവും. ഓക്കെ, എല്ലാ ദിവസവും ഉണ്ട്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പുലർച്ചെ 3:30 വരെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇവിടുത്തെ വെറൈറ്റി എന്താ വെച്ചാൽ നെയ്പ്പത്തലാണ് മെയിനായിട്ട്. തലശ്ശേരി ഒറിജിനൽ പത്തൽ, തലശ്ശേരി പത്തൽ ഒറിജിനൽ നെയ്പ്പത്തൽ. അത് ഇവിടെ ഞങ്ങൾക്ക് കണ്ടമാനം ഓർഡറുകളും ഉള്ളതാണ് അല്ലേ? ഒറിജിനൽ നെയ്പ്പത്തലുണ്ട്. എത്ര ഉണ്ടെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കും ആണല്ലേ? എല്ലാ സാധനവും റെഡിയായി. അപ്പോൾ സാധനമൊക്കെ റെഡി. 10 ഐറ്റം ദോശകളുണ്ട്. ചിക്കൻ ദോശ, ബീഫ് ദോശ, ബോട്ടി ദോശ, പൊടി ദോശ, പൊടി ചിക്കന്, പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, മുട്ട ദോശ, ഒനിയൻ ദോശ, ഒനിയൻ എഗ്, ഒനിയൻ ടൊമാറ്റോ, ഒനിയൻ ക്യാരറ്റ്, ഇങ്ങനെ പല ഐറ്റത്തിലും ഉണ്ട്. അപ്പോൾ ഒരു ദോശക്കടയും കൂടിയാണ്. ഓ ഏത്. അപ്പോൾ നമുക്ക് നമ്മളെ ഐറ്റംസുകളൊക്കെ ഒന്ന് കണ്ടേക്കാം. ചിക്കൻ കൊണ്ടാട്ടം അത്. ഓക്കെ, ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. ബീഫ് ഫ്രൈ ആണോ ഇത്? ബീഫ് കറി അല്ലേ? സെമി ഗ്രേവി. ഇവിടുത്തെ വേറെ പ്രത്യേകത അത് ലഗോണ്, കല്യാൺ കോഴി അല്ലേ? വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, വെറും വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അല്ലേ? താറാവ് റോസ്റ്റ് അല്ലേ? ഓക്കെ. ഓ ഇതാണ് നമ്മളെ നാടൻ കോഴിക്കറി കേട്ടോ. നാടൻ കോഴിക്കറി വറുത്തരച്ചിട്ടല്ലേ. മൊയൽ റോസ്റ്റ് ഇതാണ്. ഓ ഇതാണ് മൊയൽ റോസ്റ്റ്. ഓക്കെ, കുരുമുളക് മസാല ഇട്ടിട്ടല്ലേ. ഇതാണ് നമ്മളെ സ്പെഷ്യൽ തലശ്ശേരി നെയ്പ്പത്തൽ എന്ന് പറഞ്ഞാൽ. ആളുകൾ ബസ്സിനൊക്കെ പോകുന്ന സമയത്ത്, കണ്ണൂർക്കാർ ബസ്സിനൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ അല്ലേ കൂടുതൽ ചോദിക്കുന്ന ഒരു സംഭവം കൂടാണ് നെയ്പ്പത്തലും ബീഫും. പിന്നെ പുട്ട്, നെയ്ച്ചോറ്, പൊറോട്ട, എല്ലാ ഐറ്റവും എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ എന്താ വേണ്ട ഉണ്ടാക്കി കൊടുക്കും, ഒന്നും പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇത് കട തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? കട ഞങ്ങൾ തുടങ്ങിയിട്ട് ശരിക്കും 1 വർഷം കഴിഞ്ഞ്. പക്ഷെ ഞങ്ങൾ തൊട്ടപ്പുറത്തായിരുന്നു. അവിടെ കച്ചവടം കണ്ടപ്പോൾ അതിൻ്റെ ഓണർ വേറൊരു കട ഒരവിടെ ചെയ്ത് ഞങ്ങൾ കോമ്പറ്റീഷൻ ആയി. പിന്നെ അല്ല, നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ വേറെ അങ്ങോട്ട്. ഓക്കെ, ആരും പോയിട്ടില്ല. അപ്പോൾ വെറൈറ്റി തട്ടുകടയിൽ വന്നാൽ ഇത്രയും ഐറ്റംസുകളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് ഇവിടെ കഴിക്കാൻ വന്നത് നാടൻ കോഴിക്കറിയും പിന്നെ നമ്മളെ മൊയൽ റോസ്റ്റും താറാവ് റോസ്റ്റുമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നെയ്പ്പത്തിൽ കൂട്ടി അടിക്കാം. അപ്പോൾ സ്പെഷ്യൽ തലശ്ശേരി നെയ്പ്പത്ത്. നെയ്പ്പത്തിൽ മൊയൽ. ഇതാണ് താറാവ് റോസ്റ്റ്, ഇത് മൊയൽ ഫ്രൈ. നല്ല ചൂട് നെയ്പ്പത്തിൽ ഇട്ടാം, അടിപൊളി. എന്താ ചൂട് കറി, ഭയങ്കര ചൂട്. ഇനി ഒരു സാധനം കൂടെ വരാണ്ട്, നാടൻ കോഴിക്കറി, നാടൻ ചിക്കൻ കറിയാ. ഇതാണ് പറഞ്ഞ തലശ്ശേരി നെയ്പ്പത്തൽ താറാവ് റോസ്റ്റ് ആട്ടത്. കൊള്ളാട്ടോ സാധനം.
എല്ലാം നല്ല ചൂടാട്ടോ. നമുക്കൊരു 4-5 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ നല്ല ചൂടിൽ, സാധനം ചൂട് തന്നെ ഉണ്ടാവുക, നല്ല ചൂടിൽ ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി ഇറക്കിയിട്ടുള്ളൂ. നെയ്പ്പത്തല് അടിപൊളി, ഒന്നും പറയാനില്ല. സാധനം കണ്ടോ? ആഹാ, അടിപൊളി തലശ്ശേരി നെയ്പ്പത്തല്. മുയൽ ഫ്രൈ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. മുയൽ ഫ്രൈ ഒന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. റാവിഡിറ്റ് ഇതിൻ്റെ മീറ്റൊക്കെ നമ്മൾ നാടൻ കോഴി എടുക്കുന്ന പോലെ തന്നെ കണ്ടോ സാധനം. നാടൻ കോഴി വെച്ചാലുണ്ടാവും അതേപോലെ ഉണ്ട്. ഈ സാധനം എല്ലാത്തിലേക്കും മാച്ചാട്ടോ. ഈ സാധനം കുറച്ച് സ്പൈസിയാണ്, കുറച്ച് എരിവുണ്ട്. സാധനം കൊള്ളാട്ടോ. അത് നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ. അത് നമ്മളെ നാടൻ കോഴിക്കറി. ലഗോണല്ല, ലഗോൺ ചിക്കൻ കറി വേറെ തന്നെ ഉണ്ട്. ഇത് നാടൻ കോഴിയാണ്, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന, നമ്മളെ നാട്ടിൽ വളർത്തുന്ന നാടൻ കോഴി. ഞാൻ ഇപ്പോൾ വിചാരിച്ചുള്ളൂ നാടൻ കോഴി കുറച്ച് ഉറപ്പുണ്ടാവും. ആണോ മീറ്റ്? ഇത് ശരിക്കും നാടൻ കോഴി തന്നെ. കുറച്ച് ടൈറ്റായിരിക്കും സാധാരണ. ഇത് നമ്മളെ മുസ്തഫാക്ക ടേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ഉഴുന്ന് മാത്രമേ ഇടുന്നുള്ളൂ. സംഭവം കൊള്ളാട്ടോ. നല്ല താറാവ് റോസ്റ്റ്, മുയൽ ഫ്രൈ, പിന്നെ നാടൻ ചിക്കൻ കറി. അവിടുത്തെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടതാണ്. നമ്മളെ നാടൻ കോഴി, ലഗോൺ കോഴി വേറെ ഉണ്ട്. നാടൻ നമ്മളെ നാട്ടിലുള്ള ചിക്കനെ പിടിച്ചിട്ട് വരട്ടിയല്ല കറി. അപ്പോൾ ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്തേക്കട്ടെ. അപ്പോൾ സ്ഥലം എവിടെ വെച്ചാൽ 4 മണി മുതൽ പുലർച്ചെ 3:30 വരെ ഉണ്ടാവും. വെറൈറ്റി തട്ടുകട എന്ന പേര്. വെറൈറ്റി തട്ടുകട എന്ന പേര് കോഴിക്കോട് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്താണ്. ഫ്ലൈ ഓവറിന് നേരെ എയർപോർട്ട് റോഡിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം വെറൈറ്റി തട്ടുകട. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.